പോർച്ചുഗൽ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. AFC ചാമ്പ്യൻസ് ലീഗ് 2 ടൂർണമെൻറ്റിനായാണ് ക്രിസ്ത്യാനോയുടെ അൽ നാസർ ടീം ഇന്ത്യയിൽ എത്തുക. മനു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. മനു, ക്രിസ്ത്യാനോയുടെ വരവ് അതിൻ്റെ ഷെഡ്യൂൾ ആയിട്ടുണ്ടോ? എപ്പോഴാണ്? ശരത്ത്, ഫുട്ബോൾ ലോകത്ത് നിന്ന് മറ്റൊരു ആവേശകരമായ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിൽ കളിക്കാൻ എത്തിയേക്കും എന്നൊരു സൂചനയാണ്. കാരണം ഷെഡ്യൂൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ക്രിസ്ത്യാനോയുടെ ടീം ഇന്ത്യയിലേക്ക് വരേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സർ വന്നിരിക്കുകയാണ്, ഡ്രോ കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്രകാരം FC ഗോവയും ഒപ്പം തന്നെ അൽ നാസർ, ക്രിസ്ത്യാനോ കളിക്കുന്ന സൗദി ക്ലബ്ബായ അൽ നാസറും ഒരേ ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഹോം ആൻഡ് എവേ മത്സരം കളിക്കുമ്പോൾ സ്വാഭാവികമായും FC ഗോവ ഒരു മത്സരം അവരുടെ ഗ്രൗണ്ടിലും മറുഭാഗത്ത് അവർ തിരിച്ചു വന്ന് FC ഗോവയുടെ ഗ്രൗണ്ടിലും കളിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ വരേണ്ടതാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയാത്തത്, ഒന്ന്, ആ സമയത്ത് ക്രിസ്ത്യാനോ ഇന്ത്യയിലേക്ക് വരുമോ എന്നൊരു തീരുമാനമെടുക്കേണ്ടത് അവരുടെ ക്ലബ്ബാണ്. ഇന്ത്യ പോലെ ഈ ഫുട്ബോളിന് അത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തൊരു രാജ്യത്തേക്ക് ഒരു പക്ഷേ ക്രിസ്ത്യാനോ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവരുടെ ടീം ആ സമയത്ത് തീരുമാനം എടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ ഇന്ത്യയിലേക്ക് വരേണ്ടി വരും. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ക്രിസ്ത്യാനോയുടെ അൽ നസ്ർ ക്ലബ്ബ് ഇന്ത്യയിൽ കളിക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആവേശം സൃഷ്ടിക്കുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ടീം മാനേജ്മെന്റ് ആ സമയത്ത് ഒരു തീരുമാനം എടുക്കുകയാണ്, ക്രിസ്ത്യാനോ കൂടി കളിക്കട്ടെ എന്ന തീരുമാനമെടുത്താൽ സ്വാഭാവികമായും ക്രിസ്ത്യാനോയ്ക്ക് വരേണ്ടി വരും. ഏതായാലും നമുക്കിപ്പോൾ ഒരു പ്രതീക്ഷ വന്നിരിക്കുകയാണ്, ക്രിസ്ത്യാനോയുടെ മത്സരം നേരിട്ട് കാണാം എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ FC ഗോവയുടെ ഹോം ഗ്രൗണ്ടായ ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ ക്രിസ്ത്യാനോ കളിക്കാൻ ഇറങ്ങും എന്നതാണ് ഏറ്റവും ആവേശകരമായ കാര്യം. ഏതായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആവേശം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മോഹൻ ബഗാനും ഇതേ AFC ചാമ്പ്യൻസ് ലീഗിന് ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവേശകരമായ കാര്യം എന്ന് പറയുന്നത്. AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ 2-ൽ, അതായത് ലീഗ് 2-ൽ നിന്ന് വിജയിച്ച് കയറിയാണ് മെയിൻ റൗണ്ടായ AFC ചാമ്പ്യൻസ് ലീഗിലേക്ക് ഈ 2 ടീമുകളും യോഗ്യത ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ യോഗ്യത ലഭിച്ച് ഡ്രോ കഴിഞ്ഞപ്പോൾ, അതായത് ഒരു ടീം ഏത് ടീമിനെ നേരിടും എന്നത് തിരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ്, ആ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ FC ഗോവയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമിനെ എതിരാളികളായി കിട്ടിയിരിക്കുന്നത്. അതോടുകൂടിയാണ് ഇന്ത്യൻ ആരാധകർക്ക് ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ കളി നേരിട്ട് കാണാൻ കഴിയും സ്വന്തം നാട്ടിൽ എന്നൊരു പ്രതീക്ഷ വന്നിരിക്കുന്നത്. അത് നടക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.